നേരത്തെ നമ്മുടെ ഇതിലേക്ക് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു സാധനമാണ് തക്കാളി സോസ്. ഒരു 2 ടീസ്പൂൺ തക്കാളി സോസ് അത് നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച സോയാബീൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഉള്ളി വാട്ടിയപ്പോൾ ഇതിലേക്ക് വേറെ മസാലപ്പൊടികളൊന്നും ഇട്ടിട്ടില്ല. മഞ്ഞൾപ്പൊടി, മുളകും പൊടി ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ആ എല്ലാ മസാലയും സോയാബീനിലുണ്ട്. വേറെ സ്പെഷ്യലായിട്ടൊന്നും ചേർത്തിട്ടില്ല. ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോയെന്ന് ഒന്ന് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഏകദേശം നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. സോയ ചില്ലി ഡ്രൈ. അപ്പോൾ തീരെ എരിവൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ വിചാരിക്കും ചില്ലി എന്ന് പറയുമ്പോൾ കൂടുതൽ മുളകാണോ ഉപയോഗിക്കുകയെന്ന്. അങ്ങനെയൊന്നുമില്ല. വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു സാധനമാണ്. ഇനി നമുക്കത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ സോയ ചില്ലി ഡ്രൈ റെഡിയായി. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റിയൊരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.